നേപ്പാൾ ഭൂകമ്പമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോഴും ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിക്കാൻ സർക്കാരിനായിട്ടില്ല. 10,000-കണക്കിന് ആളുകളാണ് താൽക്കാലിക ക്യാമ്പുകളിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇവരുടെ പുനരധിവാസമായിരിക്കും വരും നാളുകളിൽ നേപ്പാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏപ്രിൽ 25-നുണ്ടായ ഭൂകമ്പത്തിൽ ആയിരക്കണക്കിന് വീടുകളാണ് നേപ്പാളിൽ തകർന്നത്. ഈ വീടുകളിൽ താമസിച്ചിരുന്നവരെ ആരെയും പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല. പലയിടങ്ങളിലായി കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ടെന്റുകളിലാണ് ഇവരുടെ താമസം. ഈ ടെന്റുകളിൽ കഴിയുന്ന പലരും തുടർചലനങ്ങൾ ഭയന്ന കേടുപാടുകളില്ലെങ്കിലും തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകാൻ മടിക്കുന്നു. മഴയും തുടർചലനവും ടെന്റുകളിലെ ജീവിതവും ദുരിതമയമാക്കുന്നുണ്ട്. अब हमारा सामान है वो सब निकालो। अब सब सामान निकालेगा तो हम कहाँ जाएगा? वो सामान किधर रखेगा? वही तो प्रॉब्लम है. ടെന്റുകളിൽ താമസം തുടരുന്ന വലിയൊരു ജനതയെ ഭൂകമ്പം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും താൽക്കാലിക പുനരധിവാസം പോലും ഇതുവരെ നൽകിയിട്ടില്ല. ആദ്യ ഭൂചലനത്തിനുണ്ടായ വിള്ളലിൽ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണേക്കുമെന്ന ആശങ്കയിലാണ് ഈ ടെന്റുകളിൽ താമസിക്കുന്ന പലരും തിരികെ പോകാൻ തയ്യാറാകാത്തതും. കൊച്ചു കുട്ടികളടക്കമുള്ളവർ ഈ ടെന്റുകളിലുണ്ട്. ഇവരുൾപ്പെടെയുള്ള പലരും അസുഖബാധിതരുമാണ്. നിർത്താതെ പെയ്യുന്ന മഴയും ടെന്റുകളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി വഷളാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഉടൻ പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയില്ലെങ്കിൽ ടെന്റുകളിൽ താമസം തുടരുന്നവരുടെ വരും ദിനങ്ങൾ ദുരന്തമായി മാറിയേക്കാം. ഭൂകമ്പമുണ്ടായി ഇന്ന് 7-ാം ദിവസം. എത്ര നാൾ കൂടി ഈ ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വരുമെന്ന കാര്യത്തിലാണ് ഇവിടെയുള്ളവർക്ക് ആശങ്ക. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ക്യാമറമാൻ മണിയ സഡൂരിനൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.